ഹഡിയേഴ്സ് എൻ്റെ എന്നത്തെയും ഫേവറേറ്റ് ആണ് കേട്ടോ കക്ക ഇറച്ചി. കക്ക എന്ന് പറഞ്ഞാൽ കക്ക കക്ക കക്ക, വേറെ ഒന്നും പറയല്ലേ. കക്ക അത്രയും ഇഷ്ടം എനിക്ക്. അപ്പോൾ പ്രഗ്നൻസിയിൽ പിന്നെ പറയാൻ വേണ്ട ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് കിട്ടാൻ കുറച്ച് പാടാണ്. നമുക്ക് വലിയ കക്കയൊക്കെ കിട്ടാൻ കുറച്ച് പാടുണ്ട്. ഇത് ഞങ്ങൾ വലുത് കണ്ടിട്ട് വാങ്ങിയതാട്ടോ. നല്ല വലിയ കക്കയായിരുന്നേ. ഇതിൽ വീഡിയോയിൽ എത്ര വലിപ്പം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വലിയ കക്കയാണ്. നമുക്ക് കിട്ടാൻ നല്ലൊരു മാക്സിമം വലിയൊരു കക്കയാണ്. അപ്പം നന്നായി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറയെ അഴുക്കുണ്ടാവും. അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിനൊക്കെ നല്ല പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, നന്നായിട്ട് വരും. നിറച്ച് അഴുക്കുണ്ടാവും അതിൽ. ചിലർ ചെറിയ കക്ക വാങ്ങിയിട്ട് കഴുകി മാത്രം ഉപയോഗിക്കണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര റിസ്ക്കിയാണ്. കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിസ്ക് എടുക്കുന്ന പോലെ ആയിരിക്കും. ഞങ്ങളങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. ചെറിയ കക്കയാണെങ്കിലും എൻ്റെ ഒരു കൊതി കൊണ്ട് ഞാനത് ചെറുതാണെങ്കിലും വാങ്ങിക്കോന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് വൃത്തിയാക്കി സെറ്റാക്കൂട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം കക്ക. കക്ക നകം കുറച്ച് ക്ഷമ വേണം. പക്ഷേ ക്ഷമയുടെ അനന്തരഫലം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ മുന്നിലേക്ക് വരാം. അതുകൊണ്ട് കുഴപ്പമില്ല. ക്ഷമ എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് കാര്യങ്ങൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ എനിക്ക് ക്ഷമയുണ്ട് കേട്ടോ. ആർട്ട് ചെയ്യാൻ ഭയങ്കര ക്ഷമയാണ്. അതുപോലെ ചെമ്മീൻ, കക്ക അതൊക്കെ നന്നാക്കാൻ ഭയങ്കര ക്ഷമ. എത്ര ചെറുതാണെങ്കിലും ഞാൻ ഇരുന്ന് നന്നാക്കി സെറ്റാക്കും. അത് ചെയ്ത് ശരിയായതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. അത്രയ്ക്ക് ക്ഷമയുണ്ട്. അപ്പോൾ ഈ കക്ക എല്ലാം നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ മണ്ണുന്തരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നതാണ്. മസാലയിലേക്ക് നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ഇട്ടൊന്ന് വഴറ്റി വന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോൾ നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കുക. കക്ക എത്രയുണ്ട് എന്ന് നമ്മൾ കാണുന്നേക്കാളും വളരെ പകുതിയൊക്കെ ആയിരിക്കും അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അളവിട്ടാൽ. ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അധികം സമയം വേവേണ്ട കാര്യമില്ല, പെട്ടെന്നാവും. ഓൾറെഡി ഇത് വെന്തിട്ടുള്ള കക്കയാണ്. അത് തൊണ്ട് പൊളിക്കണേക്കാളും മുന്നേ വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം തേങ്ങ ചിരകിയിട്ട് കൊടുക്കുക. ഞങ്ങൾ തേങ്ങ ചിരകിയിട്ടിടാറ്. കൊത്തിയിടുന്നവരും ഉണ്ട്, തേങ്ങ ഇടാതെ വെക്കുന്നവരും ഉണ്ട്, വെള്ളം പോലെ വെക്കുന്ന ടൈപ്പ് ഉണ്ട്. പക്ഷെ ഞങ്ങളിതാ ചെയ്യാറ്. എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. ഈ ഒരു ഇത് എൻ്റെ വീട്ടിലിങ്ങനെ കക്കയോടൊക്കെ ഭയങ്കര പ്രാന്തമുള്ള ഒരാൾ ഞാൻ മാത്രം കേട്ടോ. ഭയങ്കര പ്രാന്താണ് കക്കയും ചെമ്മീനൊക്കെ. അപ്പോൾ ഞാൻ തന്നെ എല്ലാറ്റിനും മേൽനോട്ടം കൊടുത്ത് ചെയ്ത് നിൽക്കണതാട്ടോ. ഒരു ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞ റെസ്റ്റാണ്. എന്നാലും ഇഷ്ടം കൊണ്ടാണ് ചെയ്തു. കക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറിനേക്കാളധികം കക്ക എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അച്ചാറിന് വേണ്ടി അരിഞ്ഞു വെച്ച മാങ്ങയും കടുമാങ്ങ അച്ചാർ അത്ര മാത്രമേ ഉള്ളൂ. വേറെ ചാറുകളൊന്നും വേണ്ട. അതും കൂട്ടി നല്ലോണം ചോറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കക്ക കഴിച്ചു കേട്ടോ. അപ്പോൾ ബൈ ഫ്രം ചിന്നു.